Hello everyone. Welcome back to Teach English. 10th Standard Englishലെ മാക്സിം ഗോർക്കിയുടെ ബെലവഡ് ബോൾസ് എന്ന പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളും ആക്ടിവിറ്റികളുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. തെരേസയുടെയും അവളുടെ സങ്കല്പ കാമുകന്റെയും ഈ ഹൃദയസ്പർശിയായ കഥ മനുഷ്യന്റെ ഏകാന്തതയെക്കുറിച്ചും സഹാനുഭൂതിയെക്കുറിച്ചും നമ്മെ പഠിപ്പിക്കുന്നു. ഈ വീഡിയോയിൽ കോൺവെർസേഷൻ, ലെറ്റർ റൈറ്റിംഗ്, ഡയറി എൻട്രി എന്നിവയുൾപ്പെടെയുള്ള എല്ലാ പാഠപുസ്തക പ്രവർത്തനങ്ങൾക്കും ലളിതവും വ്യക്തവുമായ ഉത്തരങ്ങൾ നമ്മൾ നൽകുന്നുണ്ട്. നിങ്ങളുടെ ഇംഗ്ലീഷ് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടാൻ ഇത് തീർച്ചയായും നിങ്ങളെ സഹായിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ എളുപ്പമുള്ള ഇംഗ്ലീഷ് ക്ലാസുകൾക്കായി ടീച്ച് ഇംഗ്ലീഷ് സബ്സ്ക്രൈബ് ചെയ്യുക. Let us get started with the activities. While we read, A. How is Teresa's physical appearance described? തെരേസയുടെ ശാരീരിക രൂപം എങ്ങനെയാണ് വിവരിച്ചിരിക്കുന്നത്? Teresa is tall and strong, with bushy black eyebrows, dark eyes, dark hair, a coarse face, and a deep, bass voice. ഇടതൂർന്ന കറുത്ത പുരികങ്ങളും കറുത്ത കണ്ണുകളും കറുത്ത മുടിയും പരുക്കൻ മുഖവും. ഘനഗംഭീരമായ ശബ്ദത്തോടും കൂടി നല്ല ഉയരവും കരുത്തുമുള്ളവളുമാണ് തെരേസ. B. Why does Mr. Student say he never left his door open? എന്തുകൊണ്ടാണ് തന്റെ മുറിയുടെ വാതിൽ താൻ ഒരിക്കലും തുറന്നിടാറില്ല എന്ന് മിസ്റ്റർ സ്റ്റുഡന്റ് പറയുന്നത്? He was afraid of Teresa because of her rough appearance, loud voice, and drunken behavior. തെരേസയുടെ പരുക്കൻ രൂപം, ഉച്ചത്തിലുള്ള ശബ്ദം, മദ്യപിച്ചുള്ള പെരുമാറ്റം എന്നിവ കാരണം അദ്ദേഹത്തിന് അവളെ പേടിയായിരുന്നു. C. How does Teresa's appearance and tone change when she asks for help? സഹായം ചോദിക്കുമ്പോൾ തെരേസയുടെ രൂപത്തിലും സംസാരരീതിയിലും എന്ത് മാറ്റമാണുണ്ടാകുന്നത്? She looks confused and shy, and her voice becomes soft, polite, and pleading. അപ്പോൾ അവൾ ആശയക്കുഴപ്പത്തിലായതായും നാണിക്കുന്നതായും കാണപ്പെടുന്നു. അവളുടെ ശബ്ദം മൃദുവായതും വിനീതവും അപേക്ഷിക്കുന്നതുമായി മാറുന്നു. D. What made the narrator burst out laughing? എന്താണ് കഥാകാരനെ പൊട്ടിച്ചിരിപ്പിച്ചത്? The narrator found it funny that a strong, tall woman called herself a sorrowing little dove. ശക്തിയും ഉയരമുള്ളവളുമായ ഒരു സ്ത്രീ സ്വയം ഒരു ദുഃഖിതയായ കുഞ്ഞുപ്രാവ് എന്ന് വിളിച്ചത് കഥാകാരന് തമാശയായി തോന്നി. E. Why was the narrator astonished at the second letter request? രണ്ടാമത്തെ കത്തെഴുതാനുള്ള ആവശ്യത്തിൽ കഥാകാരൻ അത്ഭുതപ്പെട്ടത് എന്തുകൊണ്ടാണ്? He was surprised because Teresa asked him to write a letter from Bowles, not to Bowles. തെരേസ ഇത്തവണ അയാളോടാവശ്യപ്പെട്ടത് ബോളസിന് കത്തെഴുതാനല്ല, മറിച്ച് ബോളസ് നിന്നും അവൾക്കുള്ള കത്തെഴുതാനായിരുന്നതിനാലാണ് അദ്ദേഹം അത്ഭുതപ്പെട്ടത്. F. Why did Mr. Student get angry with Teresa? എന്തുകൊണ്ടാണ് മിസ്റ്റർ സ്റ്റുഡന്റ് തെരേസയോട് ദേഷ്യപ്പെട്ടത്? He thought Teresa was lying about Bowles and Teresa and was trying to deceive him. ബോളസിനെയും തെരേസയെയും കുറിച്ച് തെരേസ കള്ളം പറയുകയാണെന്നും തന്നെ വഞ്ചിക്കാൻ ശ്രമിക്കുകയാണെന്നും കരുതിയതുകൊണ്ടാണ് അദ്ദേഹം കോപിച്ചത്. G. What did the narrator guess about Bowles and Teresa? ബോളസിനെയും തെരേസയെയും കുറിച്ച് കഥാകാരൻ എന്താണ് ഊഹിച്ചത്? He guessed that Bowles was imaginary and Teresa was writing letters to herself. ബോളസ് എന്നത് വെറും സങ്കല്പം മാത്രമാണെന്നും തെരേസ അവൾക്ക് തന്നെ കത്തുകൾ എഴുതുകയാണെന്നും അദ്ദേഹം ഊഹിച്ചു. H. Why did Teresa ask him to write letters to Bowles? എന്തിനാണ് തെരേസ ബോളസിന് കത്തുകൾ എഴുതാൻ അദ്ദേഹത്തോടാവശ്യപ്പെട്ടത്? She was extremely lonely and created an imaginary lover to feel loved and comforted. അവൾ അങ്ങേയറ്റം ഏകാന്തത അനുഭവിച്ചിരുന്നതിനാല് സ്നേഹിക്കപ്പെടാനും ആശ്വസിക്കപ്പെടാനുമായി അവൾ ഒരു സാങ്കല്പിക കാമുകനെ സൃഷ്ടിക്കുകയായിരുന്നു. I. What does Teresa mean by am I then not a human creature like the rest of you? ഞാനും നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യജീവിയല്ലേ എന്ന് തെരേസ പറയുന്നതിന്റെ അർത്ഥമെന്താണ്? She means that she also has emotions and a right to love like any other human being. മറ്റേതൊരു മനുഷ്യനെയും പോലെ തനിക്കും വികാരങ്ങളുണ്ടെന്നും സ്നേഹിക്കപ്പെടാൻ അവകാശമുണ്ടെന്നുമാണ് അവൾ ഉദ്ദേശിക്കുന്നത്. J. When does the narrator begin to feel empathy for Teresa? എപ്പോഴാണ് കഥാകാരന് തെരേസയോട് സഹതാപം തോന്നിത്തുടങ്ങുന്നത്? He feels empathy when he realizes that Teresa has no one in her life and has invented a companion. തെരേസയുടെ ജീവിതത്തിൽ ആരുമില്ലെന്നും അവൾ ഒരു കൂട്ടുകാരനെ സങ്കൽപ്പിച്ചെടുത്തതാണെന്നും തിരിച്ചറിയുമ്പോൾ അദ്ദേഹത്തിന് സഹതാപം തോന്നുന്നു. K. Why does Teresa cry while listening to the letters? കത്തുകൾ കേൾക്കുമ്പോൾ തെരേസ കരയുന്നത് എന്തുകൊണ്ട്? The letters give her emotional relief and make her feel loved, even if it is imaginary. ആ കത്തുകൾ വെറും സങ്കല്പമാണെങ്കിൽ പോലും സ്നേഹിക്കപ്പെടുന്നുവെന്ന തോന്നലുണ്ടാക്കുകയും അതുവഴി അവൾക്കാശ്വാസം നൽകുകയും ചെയ്യുന്നു. Let's rewind. 1. How do the narrator's preconceptions influence his initial interactions with Teresa?
കഥാകാരന്റെ മുൻവിധികൾ തെരേസയുമായുള്ള അദ്ദേഹത്തിന്റെ ആദ്യകാല ഇടപെടലുകളെ എങ്ങനെ സ്വാധീനിക്കുന്നു? The narrator judges Teresa by her rough appearance and loud voice and feels frightened of her. തെരേസയുടെ പരുക്കൻ രൂപവും ഉച്ചത്തിലുള്ള ശബ്ദവും കണ്ട് കഥാകാരൻ അവളെ വിലയിരുത്തുകയും അവളെ പേടിക്കുകയും ചെയ്യുന്നു. Because of this, he avoids her and keeps his distance without trying to understand her. അതുകൊണ്ടവളെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ അദ്ദേഹം അവളെ ഒഴിവാക്കുകയും അകലം പാലിക്കുകയും ചെയ്യുന്നു. 2. What does the imaginary Bowles represent for Teresa? സാങ്കൽപ്പിക കാമുകനായ ബോളസ് തെരേസയെ സംബന്ധിച്ചിടത്തോളം എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്? How does he fulfill her emotional needs? അവൻ അവളുടെ വൈകാരിക ആവശ്യങ്ങൾ എങ്ങനെ നിറവേറ്റുന്നു? Bowles represents love, companionship, and emotional support for Teresa. ബോളസ് തെരേസയെ സംബന്ധിച്ചിടത്തോളം സ്നേഹത്തെയും കൂട്ടുകാരനെയും വൈകാരിക പിന്തുണയെയും പ്രതിനിധീകരിക്കുന്നു. Through the imaginary letters, she feels loved and less lonely, which makes her life bearable. സാങ്കൽപ്പികമായ കത്തുകളിലൂടെ അവൾക്ക് താന് സ്നേഹിക്കപ്പെടുന്നതായി അനുഭവപ്പെടുകയും ഏകാന്തത കുറയുകയും ചെയ്യുന്നു. ഇത് അവളുടെ ജീവിതം ആശ്വാസകരമാക്കുന്നു. 3. But enough of this. It is all as old as the hills. So old that it is a shame to speak of it. Comment on this statement. ഇതൊക്കെ മതി. ഇതെല്ലാം കുന്നുകളോളം പഴക്കമുള്ളതാണ്. ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് തന്നെ ലജ്ജാകരമാണ്. ഈ പ്രസ്താവനയെക്കുറിച്ച് കമന്റ് ചെയ്യുക. The speaker means that human cruelty, loneliness, and lack of sympathy are not new but very old problems. മനുഷ്യന്റെ ക്രൂരത, ഏകാന്തത, സഹതാപമില്ലായ്മ എന്നിവ പുതിയതല്ലെന്നും മറിച്ച് വളരെ പഴയ പ്രശ്നങ്ങളാണെന്നുമാണ് സ്പീക്കർ അർത്ഥമാക്കുന്നത്. People have always judged others without understanding their pain. മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാതെ അവരെ വിലയിരുത്തുന്നത് മനുഷ്യർ പണ്ടേ ചെയ്യുന്ന കാര്യമാണ്. 4. Appearances can be deceptive. Relate this proverb to the narrator's change in attitude. ബാഹ്യരൂപം വഞ്ചനാപരമായേക്കാം. ഈ പഴഞ്ചൊല്ലിനെ കഥാകാരന്റെ മനോഭാവത്തിലുണ്ടായ മാറ്റവുമായി ബന്ധപ്പെടുത്തുക. At first, the narrator believes Teresa is rough and frightening because of her appearance. ആദ്യം തെരേസയുടെ രൂപം കണ്ട് അവൾ പരുക്കനും ഭയപ്പെടുത്തുന്നവളുമാണെന്ന് കഥാകാരൻ വിശ്വസിക്കുന്നു. Later, he realizes she is a lonely and sensitive person. And his attitude changes. പിന്നീട് അവൾ ഏകാന്തത അനുഭവിക്കുന്ന സെൻസിറ്റീവായ വ്യക്തിയാണെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നു. അതോടെ അദ്ദേഹത്തിന്റെ മനോഭാവം മാറുന്നു. Let's recall and recreate. Activity 1. Our impressions of others are based on a number of factors. These range from our perceptions of the world to our personal or acquired biases. മറ്റുള്ളവരെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ പല ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. What was Mr. Student's impression of Teresa? മിസ്റ്റർ സ്റ്റുഡന്റിന് തെരേസയെക്കുറിച്ചുള്ള ധാരണ എന്തായിരുന്നു? Pick out keywords from the text to support your answer. നിങ്ങളുടെ ഉത്തരത്തെ പിന്തുണയ്ക്കുന്ന പ്രധാന വാക്കുകൾ പാഠഭാഗത്തുനിന്നും കണ്ടെത്തുക. Mr. Student initially thinks Teresa is frightening, rough, and unpleasant because of her appearance and behavior. തെരേസയുടെ രൂപവും പെരുമാറ്റവും കാരണം അവൾ പേടിപ്പെടുത്തുന്നവളും പരുക്കനും അപ്രിയയുമാണെന്ന് മിസ്റ്റർ സ്റ്റുഡന്റ് ആദ്യം കരുതുന്നു. Keywords from the text. പാഠഭാഗത്തെ പ്രധാന വാക്കുകൾ താഴെ പറയുന്നവയാണ്. Tall and strong, ഉയരമുള്ളവളും കരുത്തുള്ളവളും. Large cos face, വലിയ പരുക്കൻ മുഖം. Bushy black rose, ഇടതൂർന്ന കറുത്ത പുരികങ്ങൾ. Thick bass voice, ഘനമുള്ള ശബ്ദം. And horrified me, എന്നെ ഭയപ്പെടുത്തി. After a few days, Mr. Student realizes that his picture of Teresa was one-sided. Pick out hints from the text to support this. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം തെരേസയെക്കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാട് ഏകപക്ഷീയമായിരുന്നുവെന്ന് മിസ്റ്റർ സ്റ്റുഡന്റ് മനസ്സിലാക്കുന്നു. ഇക്കാര്യത്തെ പിന്തുണയ്ക്കുന്ന സൂചനകൾ പാഠഭാഗത്തുനിന്ന് കണ്ടെത്തുക. Hints from the text are. പാഠഭാഗത്തെ സൂചനകൾ. Her voice was beseeching, soft, timid. അവളുടെ ശബ്ദം അപേക്ഷിക്കുന്നതും മൃദുവായതും ധൈര്യമില്ലാതുമായിരുന്നു. Her guilty look. അവളുടെ കുറ്റബോധമുള്ള നോട്ടം. Her trembling fingers. And the fact that she invented Bowles to feel loved and make life easier for herself. അവളുടെ വിറക്കുന്ന വിരലുകൾ. സ്നേഹം അനുഭവിക്കാനും ജീവിതം എളുപ്പമാക്കാനും അവൾ ബോളസിനെ സങ്കൽപ്പിച്ചെടുത്തു എന്ന വസ്തുത. Now, making use of the above hints, prepare a brief character sketch of Teresa. മേൽപ്പറഞ്ഞ സൂചനകൾ ഉപയോഗിച്ച് തെരേസയുടെ ഒരു ചെറിയ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുക. Teresa is a Polish woman who lives next door to the narrator when he is a student in Moscow. കഥാകാരൻ മോസ്കോയിൽ ഒരു വിദ്യാർത്ഥിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത മുറിയിൽ താമസിച്ചിരുന്ന ഒരു പോളിഷ് സ്ത്രീയാണ് തെരേസ. She is tall and strong,
with bushy black eyebrows, a large coarse face, and a deep bass voice, which makes her appearance frightening at first. ഉയരമുള്ളവളും കരുത്തുള്ളവളും ഇടതൂർന്ന കറുത്ത പുരികങ്ങളും വലിയ പരുക്കൻ മുഖവും ഘനമുള്ള ശബ്ദവുമുള്ളവളാണവൾ. ഇത് ആദ്യം അവളെ ഭയപ്പെടുത്തുന്നവളായി തോന്നിപ്പിക്കുന്നു. She is sometimes seen drunk and speaks loudly, creating a negative first impression. ഇടയ്ക്ക് അവൾ മദ്യപിക്കുകയും ഉച്ചത്തിൽ സംസാരിക്കുകയും ചെയ്യുന്നത് അവളെക്കുറിച്ച് മോശമായ പ്രഥമധാരണ ഉണ്ടാക്കുന്നു. Teresa politely asks the narrator to write letters to her imaginary lover, Bowles, and letters from Bowles to herself. To overcome her loneliness, തന്റെ ഏകാന്തത മറികടക്കാൻ തന്റെ സാങ്കൽപ്പിക കാമുകനായ ബോളസിന് കത്തുകൾ എഴുതാനും ബോളസിൽ നിന്ന് തനിക്ക് കത്തുകൾ അയക്കാനും അവൾ കഥാകാരനോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. She gratefully repays him by mending his clothes. ഇതിന് പകരമായി അവൾ നന്ദിയോടെ അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ തുന്നിക്കൊടുക്കുന്നു. In reality, she is a sensitive, lonely, and neglected woman who longs for love and human warmth, making her a tragic and sympathetic character. യഥാർത്ഥത്തിൽ അവൾ സ്നേഹത്തിനും മാനുഷികമായ പരിഗണനയ്ക്കും വേണ്ടി ദാഹിക്കുന്ന സെൻസിറ്റീവായ ഏകാന്തത അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണ്. ഇത് അവളെ ദുരന്തപൂർണവും സഹതാപം തോന്നിപ്പിക്കുന്നതുമായ ഒരു കഥാപാത്രമാക്കുന്നു. Activity 2. Mr. Student forms a negative impression of Teresa initially, influenced by her appearance and behavior. തെരേസയുടെ രൂപവും പെരുമാറ്റവും കാരണം മിസ്റ്റർ സ്റ്റുഡന്റ് എന്ന വിദ്യാർത്ഥിക്ക് ആദ്യം അവളെക്കുറിച്ച് മോശമായ ഒരഭിപ്രായമാണുണ്ടാകുന്നത്. He discusses his thoughts and feelings about her with one of his classmates. അദ്ദേഹം അവളെക്കുറിച്ചുള്ള തന്റെ ചിന്തകളും വികാരങ്ങളും തന്റെ ഒരു ക്ലാസ്മേറ്റുമായി ചർച്ച ചെയ്യുന്നു. Write the possible conversation. അവർ തമ്മിൽ നടന്നേക്കാവുന്ന സംഭാഷണം എഴുതുക. Mr. Student, the woman living opposite my room scares me. എന്റെ മുറിക്ക് എതിർവശത്ത് താമസിക്കുന്ന സ്ത്രീ എന്നെ പേടിപ്പിക്കുന്നു. Classmate, scares you? Why? പേടിപ്പിക്കുകയോ? എന്തിന്? Mr. Student, she is tall, strong, and has a coarse face. അവൾ ഉയരമുള്ളവളും കരുത്തുള്ളവളും പരുക്കൻ മുഖമുള്ളവളുമാണ്. Classmate, is she unkind to you? അവൾ നിന്നോട് മോശമായി പെരുമാറുന്നുണ്ടോ? Mr. Student, not really, but her deep voice frightens me. അങ്ങനെയൊന്നുമില്ല, പക്ഷേ അവളുടെ ഘനമുള്ള ശബ്ദം എന്നെ ഭയപ്പെടുത്തുന്നു. Classmate, have you spoken to her? നീ അവളോട് സംസാരിച്ചിട്ടുണ്ടോ? Mr. Student, only briefly. She laughs loudly and looks drunk at times. കുറച്ചു മാത്രം. അവൾ ഉറക്കെ ചിരിക്കുകയും ഇടയ്ക്ക് മദ്യപിച്ചതുപോലെ തോന്നിക്കുകയും ചെയ്യും. Classmate, maybe she is not as bad as she seems. ഒരുപക്ഷെ അവൾ കാണുന്നതുപോലെ മോശക്കാരിയല്ലായിരിക്കാം. Mr. Student, I don't know. I never leave my door open when she is at home. എനിക്കറിയില്ല. അവൾ വീട്ടിലുള്ളപ്പോൾ ഞാൻ ഒരിക്കലും വാതിൽ തുറന്നിടാറില്ല. Classmate, you may be judging her by her looks. നീ ഒരുപക്ഷെ അവളുടെ രൂപം കണ്ടു വിലയിരുത്തുന്നതാകാം. Mr. Student, perhaps. But for now, I prefer to keep my distance. ഒരുപക്ഷെ അങ്ങനെയാവാം. എങ്കിലും തൽക്കാലം അകലം പാലിക്കാനാണ് എനിക്കിഷ്ടം. Activity 3. Mr. Student is perplexed by the story of Teresa's imaginary lover and her unusual letters. തെരേസയുടെ സങ്കല്പ കാമുകന്റെ കഥയും അവളുടെ അസാധാരണമായ കത്തുകളും കണ്ട് മിസ്റ്റർ സ്റ്റുഡന്റ് അമ്പരന്നുപോയി. Later, he understands that Teresa had invented the imaginary lover because she was terribly lonely. തെരേസ അതിയായ ഏകാന്തത അനുഭവിച്ചിരുന്നതിനാലാണ് ഇങ്ങനെയൊരു സങ്കല്പ കാമുകനെ സൃഷ്ടിച്ചതെന്ന് പിന്നീട് അദ്ദേഹം മനസ്സിലാക്കുന്നു. He felt ashamed of his prejudices and misjudgments. തന്റെ മുൻവിധികളെക്കുറിച്ചും തെറ്റായ വിലയിരുത്തലുകളെക്കുറിച്ചും അദ്ദേഹത്തിന് ലജ്ജ, കുറ്റബോധം തോന്നി. He writes a letter to one of his close friends detailing his experiences. തന്റെ അനുഭവങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം തന്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാൾക്ക് ഒരു കത്തെഴുതുന്നു. Write the possible letter. എഴുതാൻ സാധ്യതയുള്ള ആ കത്ത് തയ്യാറാക്കുക. Dear friend, I want to share a strange and touching experience with you. വിചിത്രവും ഹൃദയസ്പർശിയുമായ ഒരു അനുഭവം നിന്നുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. There was a woman named Teresa living next to my room. എന്റെ മുറിക്കടുത്ത് തെരേസ എന്നുപേരുള്ള ഒരു സ്ത്രീ താമസിച്ചിരുന്നു. At first, I disliked her because she looked rough and behaved oddly. പരുക്കൻ രൂപവും വിചിത്രമായ പെരുമാറ്റവും കാരണം ആദ്യം എനിക്ക് അവളെ ഇഷ്ടമായിരുന്നില്ല. I judged her without trying to understand her. അവളെ മനസ്സിലാക്കാൻ ശ്രമിക്കാതെ ഞാൻ അവളെ വിലയിരുത്തി. Teresa asked me to write letters to her imaginary lover, Bowles, and also replies from Bowles to herself. തന്റെ സാങ്കൽപ്പിക കാമുകനായ ബോളസിന് കത്തുകൾ എഴുതാനും ബോളസിൽ നിന്ന് തനിക്ക് തന്നെ മറുപടികൾ എഴുതാനും തെരേസ എന്നോട് ആവശ്യപ്പെട്ടു. In return for my help,
തെരേസ mended my socks, shirts, and other clothes. എന്റെ സഹായത്തിനു പകരമായി തെരേസ എന്റെ സോക്സുകളും ഷർട്ടുകളും മറ്റ് വസ്ത്രങ്ങളും തുന്നിത്തന്നു. At first, I found these letters strange. ആദ്യം എനിക്ക് ഈ കത്തുകൾ വിചിത്രമായി തോന്നി. Later, I discovered the truth behind. പിന്നീട് ഞാൻ അവയ്ക്ക് പിന്നിലെ സത്യം തിരിച്ചറിഞ്ഞു. She had no one in her life. അവളുടെ ജീവിതത്തിൽ ആരും ഉണ്ടായിരുന്നില്ല. And these letters helped her escape loneliness and gave her comfort. ഈ കത്തുകൾ അവളെ ഏകാന്തതയിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുകയും അവൾക്ക് ആശ്വാസം നൽകുകയും ചെയ്തു. This realization filled me with shame. ഈ തിരിച്ചറിവ് എന്നെ ലജ്ജിപ്പിച്ചു. I understood how cruel my prejudices were and how easily we must judge people by appearances. എന്റെ മുൻവിധികൾ എത്ര ക്രൂരമായിരുന്നുവെന്നും ആളുകളുടെ രൂപം കണ്ട് നാം എത്ര എളുപ്പത്തിൽ അവരെ തെറ്റായി വിലയിരുത്തുന്നുവെന്നും ഞാൻ മനസ്സിലാക്കി. This experience has taught me to be more compassionate and humane. കൂടുതൽ സഹാനുഭൂതിയുള്ളവനും മാനുഷികതയുള്ളവനുമാകാൻ ഈ അനുഭവം എന്നെ പഠിപ്പിച്ചു. Yours affectionately, Mr. Student. Activity 4. Mr. Student was taken aback when he realized that both Bowles and the relationship of Bowles and Teresa were imaginary. ബോൾസും തെരേസയും തമ്മിലുള്ള ബന്ധവും വെറും സാങ്കൽപ്പികമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മിസ്റ്റർ സ്റ്റുഡന്റ് അമ്പരന്നുപോയി. He realizes that there are individuals who struggle to establish an identity of their own. സ്വന്തമായൊരു വ്യക്തിത്വം സ്ഥാപിച്ചെടുക്കാൻ പ്രയാസപ്പെടുന്ന വ്യക്തികൾ നമുക്കിടയിലുണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു. Draft the possible diary entry by Mr. Student that day. അന്ന് മിസ്റ്റർ സ്റ്റുഡന്റ് എഴുതാൻ സാധ്യതയുള്ള ഒരു ഡയറിക്കുറിപ്പ് തയ്യാറാക്കുക. Date, time എന്നിവ എഴുതുക. Today has disturbed me deeply. ഇന്നത്തെ ദിവസം എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കി. I was completely taken aback when I realized that Bowles never existed and that Teresa had imagined the entire relationship. ബോളസ് എന്ന വ്യക്തി ഒരിക്കലുമുണ്ടായിരുന്നില്ലെന്നും തെരേസ ആ ബന്ധം മുഴുവൻ സങ്കൽപ്പിച്ചെടുത്തതാണെന്നും അറിഞ്ഞപ്പോൾ ഞാൻ ആകെ അത്ഭുതപ്പെട്ടുപോയി. What I first thought was deceit was actually her desperate attempt to feel loved and valued. ആദ്യം വഞ്ചനയാണെന്ന് ഞാൻ കരുതിയത് യഥാർത്ഥത്തിൽ സ്നേഹിക്കപ്പെടാനും പരിഗണിക്കപ്പെടാനുമുള്ള അവളുടെ തീവ്രമായ ശ്രമമായിരുന്നു. I feel ashamed of my harsh judgments and prejudices. എന്റെ കടുത്ത വിധിനിർണയങ്ങളിലും മുൻവിധികളിലും എനിക്ക് ലജ്ജ തോന്നുന്നു. Teresa's loneliness forced her to create an identity and a companion for herself. തെരേസയുടെ ഏകാന്തത അവളെ അവൾക്കായി ഒരു വ്യക്തിത്വവും കൂട്ടുകാരനെയും സൃഷ്ടിക്കാൻ നിർബന്ധിതയാക്കി. This incident has opened my eyes to the silent suffering of people who are ignored and misunderstood. അവഗണിക്കപ്പെടുന്നവരും തെറ്റിദ്ധരിക്കപ്പെടുന്നവരുമായ ആളുകളുടെ നിശബ്ദമായ വേദനയിലേക്ക് ഈ സംഭവം എന്റെ കണ്ണുകൾ തുറപ്പിച്ചു. I must learn to be kinder and more humane in my outlook. എന്റെ കാഴ്ചപ്പാടിൽ കൂടുതൽ ദയയും മാനുഷികതയും പുലർത്താൻ ഞാൻ പഠിക്കണം. Mr. Student. Activity 5. The literary club of your school has decided to conduct an ethnic day celebration. നിങ്ങളുടെ സ്കൂളിലെ ലിറ്റററി ക്ലബ്ബ് ഒരു എത്നിക് ഡേ ആഘോഷം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. Aishwarya Rituparna Pradhan, India's first transgender civil service officer, has consented to be the chief guest on the occasion. ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ സിവിൽ സർവീസ് ഓഫീസറായ ഐശ്വര്യ ഋതുപർണ പ്രധാൻ ഈ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കാൻ സമ്മതമറിയിച്ചിട്ടുണ്ട്. Draft an event invitation for the program. ഈ പരിപാടിക്കായി ഒരു ക്ഷണക്കത്ത് തയ്യാറാക്കുക. Answer. മുകളിലെ സ്കൂളിന്റെ പേരെഴുതുക. XYZ School. അടുത്തതായി പ്രോഗ്രാമിന്റെ പേരെഴുതുക. Ethnic Day Celebration. ഇനി അതിന്റെ ഡീറ്റെയിൽസ് എഴുതുക. The literary club of our school is delighted to announce the Ethnic Day Celebration, a program that celebrates our rich cultural diversity and inclusivity. നമ്മുടെ സ്കൂളിലെ ലിറ്റററി ക്ലബ്ബ് നമ്മുടെ സമ്പന്നമായ സാംസ്കാരിക വൈവിധ്യത്തെയും ഉൾക്കൊള്ളലിനെയും ആഘോഷിക്കുന്നതിനായി എത്നിക് ഡേ ആഘോഷം നടത്തുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുന്നു. The event will be graced by a very special guest, Aishwarya Rituparna Pradhan, India's first transgender civil service officer. As the chief guest, ഇന്ത്യയിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ സിവിൽ സർവീസ് ഓഫീസറായ ഐശ്വര്യ ഋതുപർണ പ്രധാൻ മുഖ്യാതിഥിയായി ഈ ചടങ്ങ് അലങ്കരിക്കും. Ethnic attire and participate actively in the celebrations. വിദ്യാർത്ഥികൾ പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിക്കണമെന്നും ആഘോഷങ്ങളിൽ സജീവമായി പങ്കെടുക്കണമെന്നും അറിയിക്കുന്നു. ഇനി പ്രോഗ്രാമിന്റെ ഡേറ്റ്, ടൈം, വെന്യൂ എന്നിവ എഴുതുക. ഇവിടെ നൽകിയ ക്രമത്തിൽ അവ എഴുതാം. അടുത്തതായി ചടങ്ങിലേക്ക് അവരെ ക്ഷണിക്കുക. All students and staff are cordially invited. എല്ലാ വിദ്യാർത്ഥികളെയും ജീവനക്കാരെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. Let us come together for a wonderful celebration. നമുക്കൊരുമിച്ച് ഈ മനോഹരമായ ആഘോഷത്തിൽ പങ്കുചേരാം.
താഴെ സ്കൂള് നിലനിൽക്കുന്ന സ്ഥലം, ഇൻവിറ്റേഷൻ തയ്യാറാക്കുന്ന ഡേറ്റ് എന്നിവ എഴുതി ഒപ്പിടുക. ഇതോടെ എല്ലാ ആക്ടിവിറ്റീസും പൂർത്തിയായി. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ടീച്ച് ഇംഗ്ലീഷ് തേടി വന്ന എല്ലാവർക്കും 1000 നന്ദി. വീണ്ടും കാണാം. ബൈ.